അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡോക്ടർ മുഹമ്മദ് ഷിബിലിയാണ്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളെ പ്രിയപ്പെട്ട പപ്പടത്തിനെ കുറിച്ചാണ്. ഈ പപ്പടത്തിനെ കുറിച്ച് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയാതെ അതൊന്നും ശ്രദ്ധിക്കാതെയാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അത് കാരണമായിട്ട് വരും കേട്ടോ. ക്യാൻസർ വരാനും വയറ്റിൽ അൾസർ മറ്റൊരുപാട് പ്രശ്നങ്ങൾ അത് കാരണമായിട്ട് വരും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് റിപ്പോർട്ടുകൾ കാണാൻ പറ്റും. മായം ചേർത്തിട്ടുള്ള പപ്പടങ്ങൾ ഒരുപാട് വിപണിയിൽ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ വാങ്ങി കഴിക്കുന്നുണ്ട് അറിയാതെ. അപ്പോൾ ഇതെങ്ങനെ മനസ്സിലാക്കാം? ഈ മായം ചേർത്തത് നല്ല പപ്പടം എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മുടെ നല്ല പപ്പടം എന്ന് പറയുന്നത് അത് ഉഴുന്നുമാവ്, പപ്പടക്കാരം, ഉപ്പ്, അതേപോലെ നല്ലെണ്ണ, ഈ 4 സാധനം ഉപയോഗിച്ചിട്ടാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. എന്നാൽ ഇതിന് കൂടുതൽ കാലം നിൽക്കാൻ കഴിയില്ല, പെട്ടെന്ന് കേട് വന്നു പോകും. ഇത് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മായം ചേർക്കുമ്പോൾ ഇതിൽ മൈദ ആഡ് ചെയ്യും, കടലമാവ് ആഡ് ചെയ്യും, പിന്നെ കുറച്ച് കെമിക്കൽസ് കൂടുതൽ കാലം നിൽക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സാധനം സോഡിയം ബെൻസോയേറ്റ് ആണ്. ഈ സോഡിയം ബെൻസോയേറ്റിന് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ വയറ്റിൽ അത് ക്യാൻസർ ഉണ്ടാക്കാൻ വരെ കാരണമാവുന്ന ഒരു സാധനമാണ്. മാത്രമല്ല വയറ്റിൽ അൾസർ ഉണ്ടാക്കി തരും, വലിയ വലിയ മുറിവുകൾ ഉണ്ടായിട്ട് എപ്പോഴും വയറുവേദനയായിട്ട് നടക്കേണ്ട പ്രശ്നം വരും. പിന്നെ കുട്ടികൾക്ക് വരെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആസിഡിറ്റിയും അതേപോലെ നെഞ്ചിരിച്ചിലൊക്കെ വന്നുകൊണ്ടിരിക്കും. കുട്ടികൾക്ക് വരെ ആലോചിച്ച് നോക്കണം അതിൻ്റെ ഒരു എഫക്റ്റ്. ഇനി പപ്പടം കൂട്ടി കഴിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരുന്നതൊക്കെ ഈ സാധനം ഇതിലുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ നല്ല പപ്പടം ഈ മായം ചേർത്ത പപ്പടം എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. പ്രധാനമായിട്ട് 2 വഴിയാണുള്ളത്. അതിൽ ഒന്നാമത്തെ വഴി നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. ഈ വെള്ളത്തേക്ക് പപ്പടം അതിലേക്ക് ഇടുക. ഇങ്ങനെ കുറച്ച് നേരം ഇട്ട് വെക്കുമ്പോൾ തന്നെ നല്ല പപ്പടമാണെങ്കിൽ അതിങ്ങനെ അലിഞ്ഞ് വരും. ഒരു പേസ്റ്റ് പോലത്തേൽ നമുക്ക് ഇങ്ങനെ വടിച്ചെടുക്കാൻ പറ്റും. ആ രീതിയിലേക്ക് അത് മാറും. അതല്ല ഇതിൽ മായം ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ മൈദയും ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് അലിയൂല, അത് അതേപോലെ സ്റ്റഡി ആയിട്ട് നിൽക്കും, അതിൻ്റെ ഷേപ്പ് മാറാതെ എന്നുള്ളതാണ്. ഇതല്ലാതെ വേറൊരു വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഈ പപ്പടത്തിൻ്റെ പുറത്ത് മാനുഫാക്ചർ ഡേറ്റ് ഇത് ഉണ്ടാക്കിയൊരു ദിവസം ഉണ്ടാവും. അതിൽ നിന്ന് ഒരു ആഴ്ചയൊക്കെ മാക്സിമം ഇത് നല്ലപോലെ നിൽക്കുള്ളൂ ഈ പപ്പടം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുവപ്പ് കളറൊക്കെ ഇതിൻ്റെ പുറത്ത് വരും. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ പപ്പടം കേട് വരുന്നില്ല, പിന്നെ ഒരുപാട് കാലം ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ പറഞ്ഞ ആ സോഡിയം ബെൻസോയേറ്റ് എന്ന രാസവസ്തു ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യരുത്. ആ ഒരു കമ്പനി പപ്പടം അതുപോലെ ഒഴിവാക്കുക. അപ്പോൾ ഈ മായം ചേർത്ത പപ്പടം കംപ്ലീറ്റ് ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ ഏത് പപ്പടം തന്നെയാണെങ്കിലും അതിലെ ഉപ്പിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ വളരെയധികം. ഒരു 2-3 പപ്പടം കഴിച്ചാൽ തന്നെ അത് മതി ഒരു ദിവസം നമുക്ക് ഉപ്പ് നമ്മുടെ ശരീരത്തിന് ഓവർലോഡായിട്ട് കയറാനെന്നുള്ളതാണ്. അപ്പോൾ ഈ ഉപ്പ് കൂടുതൽ ചെന്നാൽ നമുക്കറിയാം BP ഉണ്ടാവും, ബ്ലഡ് പ്രഷർ നന്നായിട്ട് കൂടും. അത് കാരണമായിട്ട് ഹാർട്ട് അറ്റാക്കിന് സാധ്യത കൂടൂലേ. BP ഉള്ള ആളുകൾക്ക് പിന്നെ പറയണ്ടല്ലോ. BP ഉള്ള ആളുകൾ എന്തായാലും ഈ പപ്പടം തൊടുക വേണ്ട. പിന്നെ പപ്പടം പൊരിക്കുമ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ പ്രശ്നം വരിക. നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു എണ്ണ ഉപയോഗിക്കും, കുറച്ച് എണ്ണയിൽ പൊരിക്കും. എന്നിട്ട് അത് പൊരിച്ച് കഴിഞ്ഞിട്ട് മാറ്റി വെക്കും. ഈ മാറ്റി വെച്ച എണ്ണ എടുത്തിട്ട് വീണ്ടും നമ്മൾ പൊരിക്കും. ഇങ്ങനെ കൂടുതലായിട്ട് ഈ എണ്ണ ചൂടാകുന്ന സമയത്ത് ട്രാൻസ് ഫാറ്റുകൾ അത് രൂപപ്പെടും. ഇത് നമ്മുടെ ശരീരത്തിലേക്ക് കയറിയിട്ട് നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ ഉണ്ടല്ലോ, LDL, അത് നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് കൂടും. ഈ LDL ആണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാൻ വലിയൊരു കാരണക്കാരെന്ന് പറയുന്നത്. അപ്പോൾ ഇനി പപ്പടം വാങ്ങുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ വാങ്ങാൻ. ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കാണാം. ഡോക്ടർ മുഹമ്മദ് ഷിബിലി, പൂക്കോട്ട് ഹോമിയോപ്പതിക് ആൻഡ് കൗൺസിലിംഗ് സെൻ്റർ, മലപ്പുറം.